നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ പെട്രോൾ വില കുതിച്ചുയർന്നു. ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യുകെയിൽ പെട്രോൾ വില 18 മാസത്തെ ഉയർന്ന നിരക്കിലെത്തി. വില വർധന ആവശ്യമുള്ളത് മാത്രമായിരിക്കണമെന്നും മര്യാദയില്ലാത്ത നിരക്ക് വർധനവുകൾ അംഗീകരിക്കില്ല എന്നും എനർജി സെക്രട്ടറി. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വരവ് കുറഞ്ഞതോടെ വിലക്കയറ്റ ഭീഷണിയും പാചകവാതക പ്രതിസന്ധിയും രൂക്ഷമായി. ഇന്ധന നികുതി വർധന ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കൺസർവേറ്റീവ് പാർട്ടി. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് കൈപ്പൊള്ളി യാത്രക്കാർ. ഓഫ് സീസൺ യാത്രാകാലമായ മാർച്ച് ആദ്യവാരത്തിൽ വിമാന ടിക്കറ്റുകൾക്ക് വില കുതിച്ചുയർന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ മിസൈൽ ആക്രമണം നടത്തിയതോടെ ലോകമെങ്ങും വിമാനയാത്രികർ ദുരിതത്തിൽ. യുദ്ധം അനന്തമായി നീണ്ടാൽ യൂറോപ്പിലെ അനവധി ചെറുകിട വിമാന കമ്പനികൾ തകരും. നാട്ടിലെത്താനാകാതെ പ്രവാസികൾ. ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന ഖാർഗ് ദ്വീപിൽ കനത്ത ബോംബാക്രമണം നടത്തി അമേരിക്ക. ഖാർഗ് ദ്വീപിലെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും തകർത്തതായി ട്രംപിന്റെ അവകാശവാദം. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ബോംബാക്രമണമാണ് ഖാർഗിൽ നടത്തിയതെന്നും അടുത്ത ഘട്ടത്തിൽ റിഫൈനറികളെ ലക്ഷ്യമിടുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകളുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തിന് ഇറാൻ തടസ്സമായാൽ ഖാർഗിലെ എണ്ണപ്പാടങ്ങളെ കത്തിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനിന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയെ കുറിച്ചും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിച്ച് അമേരിക്ക. പ്രതിഫലമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് $10 മില്യൺ. ഇറാനെതിരെ വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ സൈനിക ആക്രമണങ്ങൾ അമേരിക്ക നടത്തുമെന്നും ഇറാനിലെ നേതൃത്വത്തെ അവിടുത്തെ ജനങ്ങൾ തന്നെ താഴെയിറക്കുമെന്നും ട്രംപ്. ഇന്ത്യയിലേക്കുള്ള 2 LPG ടാങ്കറുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ഇറാൻ അനുമതി നൽകി. സൗദി അറേബ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വഹിക്കുന്ന ടാങ്കർ ശനിയാഴ്ചയോടെ ഇന്ത്യൻ തീരത്തെത്തും. ഇന്ത്യയുമായുള്ള അടുത്ത സൗഹൃദം കണക്കിലെടുത്താണ് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ അനുമതി നൽകിയതെന്ന് ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫതാലി. കൂടുതൽ ഇന്ത്യൻ ടാങ്കറുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നതിന് അനുമതി നൽകുന്നത് പരിഗണിക്കുമെന്നും ഇറാൻ. ഇന്ധന നികുതി ഒഴിവാക്കണമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും. വെള്ളാപ്പള്ളി നടേശനെ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് ശിവഗിരി മഠം. കോടതി വിധി ശ്രീനാരായണ ഭക്തർക്ക് ആശ്വാസമുള്ള പ്രഖ്യാപനമാണെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ജയിക്കുന്ന മണ്ഡലങ്ങൾ പിന്നാക്ക സമുദായങ്ങൾക്ക് നൽകുന്നില്ല എന്ന് സ്വാമി സച്ചിദാനന്ദയുടെ കുറ്റപ്പെടുത്തൽ. ശ്രീനാരായണ ഗുരു നേടിയെടുത്ത പല കാര്യങ്ങളിൽ നിന്ന് SNDP പിന്നോക്കം പോവുകയാണെന്നും സ്വാമി സച്ചിദാനന്ദ. വാർത്തകൾ വിശദമായി. ഇറാൻ യുദ്ധം 2 ആഴ്ചയിലേക്ക് എത്തുമ്പോൾ യുകെയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് ശരിക്കും കൈപൊള്ളിയ സാഹചര്യം. ഓഫ് സീസൺ യാത്രാകാലമായ മാർച്ച് ആദ്യവാരത്തിൽ ഏറ്റവും വില കുറച്ച് ടിക്കറ്റുകൾ ലഭിച്ചിരുന്ന സാഹചര്യമാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ മിസൈൽ ആക്രമണം നടത്തിയതോടെ ലോകമെങ്ങും വിമാനയാത്രികരെ യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പേടിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇറാൻ ഗൾഫിലെ എയർപോർട്ടുകൾ ലക്ഷ്യം വെച്ചതോടെ കാര്യങ്ങൾ ഏവിയേഷൻ രംഗത്തുള്ളവർ പോലും പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് മാറുകയായിരുന്നു. പ്രത്യേകിച്ചും ഇതിന്റെ ആഘാതം ഏറ്റവും അധികം ഏറ്റുവാങ്ങേണ്ടി വന്നത് ദുബായ് എയർപോർട്ടായി എന്നത് UK മലയാളികൾക്കും ഇപ്പോൾ വേദനയായി മാറുകയാണ്. കാരണം നല്ല പങ്ക് UK മലയാളികളും ഗൾഫ് രാജ്യങ്ങൾ വഴി യാത്ര ചെയ്യുന്നവരായതിനാൽ യുദ്ധ സാഹചര്യത്തിൽ അതിലെ യാത്രക്കാർക്ക് തടസ്സമുണ്ടായത് UKയ്ക്കും ഇന്ത്യക്കും ഇടയിൽ നേരിട്ടുള്ള യാത്രയെ തൊട്ടാൽ കൈകൊള്ളുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനിടെ യുദ്ധം അനന്തമായി നീണ്ടാൽ യൂറോപ്പിലെ അനവധി ചെറുകിട വിമാന കമ്പനികൾ തകരുമെന്ന് ഉറപ്പാണ്. കാരണം ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉണ്ടാകേണ്ട ഈസ്റ്റർ അവധിക്കാല സമയമായതിനാൽ ഈ യാത്രകൾ മുടങ്ങുകയോ ക്യാൻസൽ ചെയ്യുകയോ എന്ന ട്രെൻഡിലാണ് ഇപ്പോൾ UKയിലെ യാത്രക്കാർ. അതിനാൽ ഇത്തരം യാത്രക്കാരെ മാത്രം ആശ്രയിച്ച് നിന്നിരുന്ന അനേകം ചെറുകിട വിമാന കമ്പനികളും ടൂർ ഓപ്പറേറ്റർമാരും ഒക്കെ തകർച്ചയിലെത്താനും ഗൾഫ് യുദ്ധം കാരണമാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ദീർഘദൂര സർവീസുകളെ കൂടുതൽ ഹ്രസ്വദൂര സർവീസുകളാണ് വിമാനയാത്ര രംഗത്തെ നട്ടെല്ലെന്നതിനാൽ ഈ യുദ്ധം തകർത്തെറിയുന്നത് ഏവിയേഷൻ വ്യവസായത്തെ കൂടിയായിരിക്കും. 2 പ്രധാന വിമാന നിർമ്മാണ കമ്പനികളുടെ ആസ്ഥാനം അമേരിക്കയിലാണെന്നത് ഈ യുദ്ധം സാമ്പത്തികമായി അമേരിക്കയ്ക്ക് നൽകുന്ന സമ്മർദ്ദം ഏവിയേഷൻ രംഗത്തിന്റെ തകർച്ചയിൽ കൂടിയോ ആയിരിക്കുമെന്നതാണ് ഇതിലൂടെ പ്രവചിക്കാനാകുന്നത്. ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യുകെയിലെ പെട്രോൾ പമ്പുകളിൽ വില കുതിച്ചുയരുകയാണ്. പെട്രോൾ വില 18 മാസത്തെ ഉയർന്ന നിരക്കിലാണ് എത്തിയത്. പമ്പുകളിലെ വില വർദ്ധിപ്പിക്കുന്നതിനെതിരെ ചാൻസലർ റേച്ചൽ റീവ്സ് റീറ്റെയിലർമാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ധന കമ്പനി മേധാവികളുമായി ചാൻസലർ ചർച്ച നടത്തി. വില വർധന ആവശ്യത്തിനുള്ളത് മാത്രമായിരിക്കണമെന്ന് റീവ്സ് കമ്പനി മേധാവികളോട് പറഞ്ഞു. മര്യാദയില്ലാത്ത നിരക്ക് വർധനവുകൾ അംഗീകരിക്കില്ല എന്ന് എനർജി സെക്രട്ടറി എഡ് മിലിബന്ധം പറഞ്ഞു. അതേസമയം സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ധനവില വർദ്ധിക്കുന്നത് ട്രഷറിയെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം കൂടിയാണ്. നിരക്ക് വർധനകളുടെ പശ്ചാത്തലത്തിൽ വർഷത്തിൽ £1 ബില്യൺ അധികം ലഭിക്കാൻ ഇത് വഴിയൊരുക്കും. പെട്രോൾ വിൽപ്പനയിലെ വാർഷികത്തിൽ പ്രതിമാസം £20 ബില്യൺ ചാൻസലർക്ക് അധികം ലഭിക്കുമെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഡീസൽ വിൽപ്പനയിലൂടെ £71 മില്യൺ ഖജനാവിലേക്ക് ഒഴുകും. ഇറാൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പമ്പുകളിൽ നിരക്കുകൾ വലിയ തോതിൽ ഉയരുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത് ടോറി ഗവൺമെന്റ് 5 പെൻസ് ഫ്യൂൽ ഡ്യൂട്ടി കുറച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ഈ ഇളവ് പിൻവലിച്ച റീവ്സ് ഈ വർഷം സെപ്റ്റംബറിലും 2027 മാർച്ചിലുമായി 5 പെൻസ് ഇളവ് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നു. യുദ്ധത്തിന് പിന്നാലെ അവശ്യ സാധനങ്ങൾക്ക് വില ഉയരുന്ന സ്ഥിതിയിൽ ജനം വലിയ പരിഭ്രാന്തിയിലാണ്. മിഡിൽ ഈസ്റ്റ് സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ യുകെയിലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വരവ് കുറഞ്ഞതോടെ വിലക്കയറ്റ ഭീഷണിയും മുന്നിലുണ്ട്.
അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കുകയും ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ഒന്നടങ്കം ലക്ഷ്യമിടുകയും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്തതോടെ ഗ്യാസ് ചരക്കുനീക്കം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. വിലക്കയറ്റം വൻതോതിൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. പാചകവാതക പ്രതിസന്ധിയും രൂക്ഷമാണ്. സാധാരണ കപ്പൽ ചാനലുകൾക്ക് പകരമായി ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി 6000 കിലോമീറ്റർ അധികം യാത്ര ചെയ്താണ് വിതരണക്കാർ രാജ്യത്തേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്. ഗതാഗത നിരക്ക് കൂടുന്നതും സാധനങ്ങൾ എത്തിക്കാൻ 2 ആഴ്ച വരെ കാലതാമസം നേരിടുകയും ചെയ്യും. ചെലവ് കൂടുന്നതോടെ ഭക്ഷ്യവിലയും ഉയരും. സൂപ്പർ മാർക്കറ്റുകൾ പലതും ചരക്ക് കൂട്ടി വാങ്ങി സംഭരിക്കുമെന്നതിനാൽ യുദ്ധം അവസാനിച്ചാൽ പോലും വിലക്കയറ്റം കുറച്ചുകാലം കൂടി തുടർന്നേക്കും. കടുത്ത ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഇപ്പോൾ ജനങ്ങൾ ജീവിത ചെലവ് ഉയരുന്നത് മൂലം സമ്മർദ്ദത്തിലാണ്. പ്രധാനമന്ത്രിയുടെ ചോദ്യോത്തരവേളയിൽ കൺസർവേറ്റീവ് പാർട്ടി ഇന്ധന നികുതി വർധന ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഡ്രൈവർമാർക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ എണ്ണവിലയുടെ പോക്ക് എങ്ങനെയാകുമെന്ന് ഇപ്പോൾ അറിയുന്നില്ല എന്നും സെപ്റ്റംബറിലെ വില എങ്ങനെ നിശ്ചയിക്കാനാകുമെന്നും ചാൻസലർ റിച്ചർഡ് റീവ്സ് എംപിമാരോട് ചോദിച്ചു. ഊർജ്ജ വില ഉയരുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. ഈ സമയത്ത് ജനത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കരുതെന്നും ഇന്ധന നികുതി കുറയ്ക്കണമെന്ന ആവശ്യവുമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഇംഗ്ലണ്ടിൽ ആയിരക്കണക്കിന് NHS ജീവനക്കാർ ആക്രമണങ്ങൾക്കും അപമാനത്തിനും ഇരയാവും. NHS ജീവനക്കാർ വ്യാപകമായ അക്രമത്തിന് ഇരയാവുകയും അപമാനങ്ങളും ബുള്ളിയിങ്ങും വംശവെറിയും നേരിടുന്നതായാണ് പുതിയ NHS റിപ്പോർട്ട്. ഹെൽത്ത് സർവീസിന്റെ 2025 സ്റ്റാഫ് സർവേയിലാണ് 1/7 ജീവനക്കാർ രോഗികളുടെയോ പൊതുജനങ്ങളുടെയോ അതിക്രമങ്ങൾ നേരിട്ടതായി കണ്ടെത്തിയത്. 4% ജീവനക്കാർ അപമാനങ്ങളും ബുള്ളിയിങ്ങും ചൂഷണവും നേരിട്ടതായി വ്യക്തമാക്കി. ഇത് 3 വർഷത്തിനിടെ ഉയർന്ന തോതിലാണ്. NHSൽ 1.5 മില്യൺ ജോലിക്കാരാണുള്ളത്. ഇത് പ്രകാരം 2025 മാത്രം 2,17,000 പേർ അക്രമത്തിനും 3,80,000 പേർ അപമാനങ്ങൾക്കും ബുള്ളിയിങ്ങിനും റിപ്പോർട്ട് ചെയ്തു എന്നാണ് വ്യക്തമാക്കുന്നത്. ലൈംഗിക പീഡനങ്ങൾ റെക്കോർഡ് തോതിൽ എത്തിച്ചെന്നും കണക്കുകൾ പറയുന്നു. 10-1 NHS ജീവനക്കാർ, 4% ആംബുലൻസ് ജീവനക്കാർ, 10-1 നഴ്സുമാരും മിഡ്വൈഫുമാരും കഴിഞ്ഞ വർഷം അനാവശ്യ ലൈംഗിക പെരുമാറ്റങ്ങൾ നേരിട്ടതായി വ്യക്തമാക്കി. എന്നാൽ ഇപ്പോഴും ആവശ്യത്തിന് റിപ്പോർട്ടിംഗ് നടക്കുന്നില്ല എന്നത് പ്രശ്നമായി തുടരുന്നതായും സർവേ പറയുന്നു. ഗുരുതര അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോഴും അപമാനങ്ങളും ചൂഷണങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുമെന്ന് പകുതിയോളം പേർ സർവേയിൽ വ്യക്തമാക്കി. വൻതോതിൽ വംശവെറിയും വിവേചനവും നിലനിൽക്കുന്നതായും സർവേ വ്യക്തമാക്കുന്നു. 2025 5-1 കറുത്തവരും വംശീയ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരുമായ ജോലിക്കാർ ചൂഷണം, ബുള്ളിയിങ്, അപമാനങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളക്കാരായ ജീവനക്കാരിൽ ഇത് 20-1 മാത്രമാണെന്നതാണ് വസ്തുത. രോഗികളും പൊതുജനങ്ങളും മാത്രമല്ല, സഹജീവനക്കാരും തങ്ങളോട് ഈ വിധം പെരുമാറുന്നുവെന്ന് 7-1 കറുത്ത വംശീയ ന്യൂനപക്ഷ ജീവനക്കാർ പറഞ്ഞു. സഹജീവനക്കാർ, മാനേജർ, ടീം ലീഡർ എന്നിവരിൽ നിന്നാണ് സമാന പെരുമാറ്റം നേരിട്ടത്. വെള്ളക്കാരെ അപേക്ഷിച്ച് ഇരട്ടിയാണ് ഈ സ്ഥിതി. ജോലി ചെയ്യുമ്പോൾ നഴ്സിംഗ്, മറ്റ് NHS ജീവനക്കാർ നേരിടുന്ന വിവേചനവും ചൂഷണവും അതിക്രമങ്ങളും ലൈംഗിക അതിക്രമങ്ങളുമാണ് വീണ്ടും വെളിപ്പെട്ടതെന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ നിക്കോള റേഞ്ചൽ പ്രതികരിച്ചു. വർഷം കഴിയുന്തോറും അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ദേശീയ എമർജൻസിയാണ് എന്നും റേഞ്ചർ ചൂണ്ടിക്കാണിച്ചു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് നിലവിൽ പലിശ നിരക്ക് കൂട്ടിയിട്ടില്ല എങ്കിലും യുദ്ധപ്രതിസന്ധി മൂലം ഭാവിയിൽ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുമെന്ന സൂചനയാണ് വിദഗ്ധർ നൽകുന്നത്. ഇത് മുന്നിൽ കണ്ട് ബാങ്കുകൾ കുറഞ്ഞ നിരക്കിലുള്ള മോർഗേജ് ഓഫറുകൾ പിൻവലിച്ചു. ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് ശരാശരി മോർഗേജ് നിരക്ക് 5% മുകളിലേക്ക് പോയത്. 25-ലധികം വായ്പാദാതാക്കൾ ഫിക്സഡ് ഹോം ലോണുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ഒരു വർഷമായി കുറയുന്ന പ്രവണതയിലായിരുന്ന മോർഗേജ് നിരക്കുകൾ യുദ്ധം നീളുന്നതോടെ എണ്ണവില ഉയരുകയും സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വം വർദ്ധിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 500ഓളം മോർഗേജ് ഓഫറുകൾ വിപണിയിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു. 28 വായ്പാദാതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരക്ക് കൂട്ടിയത്. ഈ വർഷം ഫിക്സഡ് റേറ്റ് ഡീലുകൾ പൂർത്തിയാക്കുന്നവർ പുതുക്കുമ്പോൾ കൂടുതൽ പലിശ നൽകേണ്ടി വരും. 2 വർഷ ഫിക്സഡ് നിരക്ക് ശരാശരി 4.93% ആയിരുന്നത് ഇന്നലെ 5.01%. യുദ്ധത്തിന് ശേഷം നിരക്കിൽ മാറ്റം വ്യക്തമായി പ്രകടമാണ്. പോസ്റ്റ് ഓഫീസിന്റെ ഹൊറൈസൺ IT തട്ടിപ്പിൽ കുരുക്കി ഗർഭിണിയായിരിക്കെ ജയിലിലടയ്ക്കപ്പെട്ട മുൻ സബ് പോസ്റ്റ് മിസ്ട്രസ് നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷവും പൂർണ്ണമായ നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുകയാണ്. സറേ വെസ്റ്റ് ബൈഫ്ലീറ്റിൽ പോസ്റ്റ് ഓഫീസ് നടത്തിയിരുന്ന സീമ മിശ്ര എന്ന ഇന്ത്യൻ വംശജ ഇക്കാര്യം അന്തമില്ലാതെ നീളുന്നതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് പേർ ഇതുപോലെ കാത്തിരിക്കുന്നതായി എംപിമാരുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 2010 ജയിലിലടയ്ക്കപ്പെടുകയും പിന്നീട് 2021 കുറ്റവിമുക്തയാക്കപ്പെടുകയും ചെയ്ത സീമ മിശ്ര പറയുന്നത് താൻ ഫൈനൽ ക്ലെയിമുമായി ബന്ധപ്പെട്ട അക്കൗണ്ടന്മാരും നിയമജ്ഞരും നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷകളിൽ കഴിയുന്നത്ര വേഗത്തിൽ തീർപ്പുണ്ടാക്കുന്നുണ്ട് എന്നാണ് പോസ്റ്റ് ഓഫീസ് അവകാശപ്പെട്ടത്. അർഹതയുള്ള അപേക്ഷകളിൽ 87% തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു എന്നും അവർ പറയുന്നു. 882 മില്യൺ പൗണ്ടിന്റെ നഷ്ടപരിഹാരമാണ് മൊത്തം നൽകേണ്ടത്. തന്റെ ജീവിതത്തിന്റെ നീണ്ട 21 വർഷങ്ങളാണ് ഈ വ്യാജ ആരോപണം ഇല്ലാതാക്കിയതെന്ന് സീമ മിശ്ര പറയുന്നു. 2005 പോസ്റ്റ് ഓഫീസ് വാങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നതായും അവർ പറയുന്നു. പിന്നീട് 2008 നിയമയുദ്ധം ആരംഭിക്കുന്നത്. ഫുജിറ്റ്സു വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ ഉണ്ടായ പിഴവുകളായിരുന്നു പല പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ചുകളിലെയും കണക്കുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. എന്നാൽ ബ്രാഞ്ചുകളുടെ ചുമതലകൾ ഉണ്ടായിരുന്നവരെ സാമ്പത്തിക തിരിമറികൾ നടത്തിയെന്ന പേരിൽ പ്രോസിക്യൂട്ട് ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ ഇരകളായവർക്ക് നഷ്ടപരിഹാരം വേണമെന്ന് മാത്രമല്ല, ഇതിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കുകയും വേണമെന്നാണ് സീമ മിശ്ര ആവശ്യപ്പെടുന്നത്. ഇതിലെ പ്രധാന പ്രതിയായ ഫുജിറ്റ്സു കമ്പനി വ്യക്തമായ കണക്കുകൾ നൽകാത്തതാണ് നഷ്ടപരിഹാരം വൈകാൻ കാരണമെന്നാണ് അറിയുന്നത്. നഷ്ടപരിഹാര തുകയും പൂർണ്ണമായും നൽകിയിട്ടില്ല എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. സർക്കാർ ഫുജിറ്റ്സുവിന് മേൽ കർശന നിലപാട് എടുക്കണമെന്നാണ് ബിസിനസ് ആൻഡ് ട്രേഡ് കമ്മിറ്റിയുടെ നിലപാട്. മുഴുവൻ തുകയും നൽകാൻ വൈകുന്നതിനാൽ ഒരു ഇടക്കാല ആശ്വാസമായി നഷ്ടപരിഹാര തുകയുടെ ഒരു ഭാഗം കമ്പനിയിൽ നിന്ന് ഈടാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന ഖാർഗ് ദ്വീപിൽ കനത്ത ബോംബാക്രമണം നടത്തിയതായി ട്രംപ്.
ഖാർഗ് ദ്വീപിലെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും തകർത്തതായി ട്രംപ് അവകാശപ്പെട്ടു. അടുത്ത ഘട്ടത്തിൽ റിഫൈനറികളെ ലക്ഷ്യമിടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ 90% അസംസ്കൃത എണ്ണ കയറ്റുമതി നടക്കുന്ന ടെർമിനൽ ഖാർഗ് ദ്വീപിലാണ്. അതേസമയം എണ്ണ ടെർമിനലുകൾ നിലവിൽ ലക്ഷ്യമിടുന്നില്ല എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ബോംബാക്രമണം എന്നാണ് ഖാർഗിൽ നടത്തിയ ആക്രമണത്തെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഖാർഗിലെ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അവകാശപ്പെട്ടു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സഞ്ചാരം തടസ്സപ്പെടുത്തിയാൽ ഖാർഗിൽ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമിടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകളുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തിന് ഇറാൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിലങ്ങുതടിയായാൽ താൻ ഉടൻ തന്നെ തീരുമാനം പുനഃപരിശോധിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ തീരത്ത് നിന്ന് 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഖാർഗ് ദശാബ്ദങ്ങളായി ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ടെർമിനലായി പ്രവർത്തിച്ചു വരുന്ന കേന്ദ്രമാണ്. ഇറാന്റെ മൊത്തം ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 85 മുതൽ 95% വരെ ഖാർഗ് ദ്വീപിലെ ടെർമിനൽ വഴിയാണ് നടക്കുന്നത്. പ്രതിദിനം ഏകദേശം 70 ലക്ഷം ബാരൽ വരെ എണ്ണ ലോഡ് ചെയ്യാൻ ശേഷിയുള്ള ഈ സൗകര്യം 1960കളിലാണ് വികസിപ്പിച്ചെടുത്തത്. ഖാർഗ് ദ്വീപ് ആക്രമിക്കപ്പെട്ടതോടെ ഇറാന്റെയും ലോകത്തിന്റെ സാമ്പത്തിക ഊർജ്ജ മേഖലയിലേക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നാണ് കരുതപ്പെടുന്നത്. ഇറാനിന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയെ കുറിച്ചും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിച്ച് അമേരിക്ക. $10 മില്യൺ അഥവാ 92.47 കോടി രൂപയാണ് പ്രതിഫലമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് പ്രോഗ്രാം വഴിയാണ് ഈ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ലോകമെമ്പാടും ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും സംഘടിപ്പിച്ച് നടപ്പാക്കുകയും ചെയ്യുന്ന ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിവിധ ഘടകങ്ങളെ നയിക്കുന്ന വ്യക്തികളാണിത്. ഇവരെ കുറിച്ചോ മറ്റ് IRGC നേതാക്കളെ കുറിച്ചോ എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഞങ്ങളെ അറിയിക്കണമെന്നും നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം ഞങ്ങൾ നൽകുമെന്നുമാണ് റിവാർഡ്സ് ഫോർ ജസ്റ്റിസിന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. എക്സിൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിൽ ഇറാനിന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി, പരമോന്നത നേതാവിന്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസ്ഗർ ഹെജാസി, ഇറാനിയൻ സുരക്ഷാ മേധാവി അലി ലാൽജാനി എന്നിവരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ചിത്രങ്ങൾ ലഭ്യമായിട്ടില്ലാത്ത ചില നേതാക്കളുടെ പേരുകളും വിവരങ്ങളും ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. US ഇസ്രയേൽ ഇറാൻ സംഘർഷം 3ാം ആഴ്ചയിലേക്ക് കടന്നതോടെയാണ് ഈ പാരിതോഷിക പ്രഖ്യാപനം. വരും ദിവസങ്ങളിൽ ഇറാനെതിരെ വളരെ ശക്തമായ സൈനിക ആക്രമണങ്ങൾ അമേരിക്ക നടത്തുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത്. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് വളരെ ശക്തമായ ആക്രമണമാണ് ഇറാനിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇറാനിലെ നേതൃത്വത്തെ അവിടുത്തെ ജനങ്ങൾ തന്നെ താഴെയിറക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നും ഫോക്സ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അറിയിച്ചിരുന്നു. പശ്ചിമേഷ്യയിലേക്ക് US കൂടുതൽ സൈനികരെ അയച്ചു. ജപ്പാനിലെ ഒക്കിനാവയിലുള്ള താവളത്തിൽ നിന്ന് 2500 മറീനുകൾ പുറപ്പെട്ടു. USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലിലാണ് യാത്ര. പ്രതിസന്ധി ഉണ്ടായാൽ ഉടനടി പ്രതികരിക്കാനോ ഇറാന്റെ ഏതെങ്കിലും പ്രദേശം പിടിച്ചെടുക്കാനോ ഈ സൈനികരെ വിന്യസിച്ചേക്കാം. മറിയനുകൾ കരയിലും കടലിലും പോരാടാൻ വൈദഗ്ധ്യമുള്ളവരാണെങ്കിലും ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ വിന്യസിക്കപ്പെടുന്ന ആദ്യത്തെ കരസേനാ വിഭാഗം എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. സൈനിക ശേഷി അമേരിക്ക വർദ്ധിപ്പിച്ചതോടെ യുദ്ധം നീണ്ടേക്കുമെന്നാണ് സൈനിക വിദഗ്ധരുടെ നിരീക്ഷണം. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് US നീക്കം. ഖാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രത്തെയാണ് ലക്ഷ്യമിട്ടതെന്നും എന്നാൽ അടുത്തതായി എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിയൻ എണ്ണ കയറ്റുമതി മേഖലയുടെ ഹൃദയമാണ് ഈ ചെറു പവിഴപ്പുറ്റ് ദ്വീപ്. പേർഷ്യൻ ഗൾഫ് കടലിൽ ഇറാൻ തീരത്ത് നിന്ന് 25 കിലോമീറ്ററിലധികം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 90% നടക്കുന്നത്. 8 കിലോമീറ്റർ നീളവും 5 കിലോമീറ്ററോളം വീതിയും മാത്രമാണ് ഈ ദ്വീപിനുള്ളത്. ഇറാനിലെ എണ്ണ ഉൽപാദക നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയുമായി ബന്ധമുള്ള എണ്ണ ഉൽപാദന നിലയങ്ങളെയും ആക്രമിക്കുമെന്ന് ഇറാൻ സൈനിക വക്താവ് പ്രതികരിച്ചു. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം ഉണ്ടായാൽ പശ്ചിമേഷ്യയിൽ US-ന് ഓഹരി പങ്കാളിത്തമുള്ളതോ US-മായി സഹകരിക്കുന്നതോ ആയ എണ്ണ കമ്പനികളുടെ എല്ലാ സന്നാഹങ്ങളും തകർത്ത് ചാരമാക്കുമെന്ന് വക്താവ് പറഞ്ഞു. നേരത്തെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് $10 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. മുജ്തബ ഖമേനിക്ക് പുറമെ ഇറാൻ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാരിലെ പ്രധാന നേതാക്കളുടെ പേരുകളും പട്ടികയിലുണ്ട്. US ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിക്ക് പരിക്കേറ്റെന്ന് നേരത്തെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞിരുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.32 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 92.51 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.61 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.43 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലേക്കുള്ള 2 LPG ടാങ്കറുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ഇറാൻ അനുമതി നൽകിയതായി റിപ്പോർട്ട്. ശിവാലിക്, നന്ദാദേവി എന്നീ LPG ടാങ്കറുകൾക്കാണ് ഇറാൻ അനുമതി നൽകിയത്. കൂടുതൽ ഇന്ത്യൻ ടാങ്കറുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നതിന് അനുമതി നൽകുന്നത് പരിഗണനയിലാണെന്നാണ് റിപ്പോർട്ട്. സൗദി അറേബ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വഹിക്കുന്ന ടാങ്കർ ശനിയാഴ്ചയോടെ ഇന്ത്യൻ തീരത്തെത്തും. ഇന്ത്യയുമായുള്ള അടുത്ത സൗഹൃദം കണക്കിലെടുത്താണ് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതി നൽകിയതെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫദാലി സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യക്ക് സുരക്ഷിതമായ പാത ഒരുക്കുമെന്ന് വ്യക്തമാക്കി ഇറാൻ അംബാസഡർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പൊതുവായ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ഡോക്ടർ അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹിയും ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമായതോടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന നീക്കം തടസ്സപ്പെട്ട നിലയിലാണ്. ഇതോടെ ഇന്ത്യയിൽ ഗ്യാസ് വിതരണമടക്കം പ്രതിസന്ധിയിലായ സ്ഥിതിയാണ്. ഈ ആശങ്കകൾക്കിടെയാണ് ആശ്വാസകരമായ വിവരം
വിവരം പുറത്തുവരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ക്രൂഡ് ഓയിൽ വഹിച്ചുകൊണ്ട് മറ്റൊരു കപ്പലും ഇന്ത്യയിലെത്തിയിരുന്നു. സൗദിയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വഹിച്ചുകൊണ്ട് സൂയസ് മാക്സ് ടാങ്കർ ഷെൻലോങ് ഹോർമുസ് കടലിടുക്ക് കടന്ന് മുംബൈ തുറമുഖത്ത് എത്തിച്ചേർന്നിരുന്നു. ഫെബ്രുവരി അവസാനം ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ക്രൂഡ് ഓയിൽ കാരിയറാണ് ലൈബീരിയ പതാക വഹിച്ച ഷെൻലോങ്. പിന്നാലെയാണ് 2 ഇന്ത്യൻ കപ്പലുകൾക്ക് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇന്ധന നികുതി ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് എയർ ഇന്ത്യയും ഇൻഡിഗോയും ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. ഇറാൻ ഇസ്രയേൽ യുദ്ധ സാഹചര്യം കണക്കിലെടുത്താണ് നടപടി. ഒപ്പം സ്വകാര്യ എയർപോർട്ടിലെ നിരക്കുകളിലും ഇളവ് വേണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. വ്യോമസേന ഇന്ധനത്തിന്റെ വില വർദ്ധിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് നിലവിൽ. ആഗോള എണ്ണവിലയിലെ വർധനവ് വ്യോമയാന ഇന്ധനമായ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ വിലയിലും ഗണ്യമായ വർധനവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നാലെയാണ് എയർ ഇന്ത്യയും ഇൻഡിഗോയുടെയും ആവശ്യം. ഇരു കമ്പനികളും ഇതിനകം ഫ്യൂവൽ സർചാർജ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർ ഇന്ത്യ മാർച്ച് 12 മുതൽ ഘട്ടം ഘട്ടമായി സർചാർജ് വർദ്ധിപ്പിച്ചു. ഇൻഡിഗോ മാർച്ച് 14 മുതൽ 425 രൂപ മുതൽ 2300 രൂപ വരെ ഫ്യൂവൽ ചാർജ് ഏർപ്പെടുത്തി. ഇത് ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ കാരണമായി. ഈ സാഹചര്യത്തിൽ വിമാനയാത്രക്കാർക്ക് കൂടുതൽ ചെലവ് വരുന്നുണ്ട്. എയർലൈനുകൾക്ക് നികുതി ഒഴിവാക്കൽ ലഭിച്ചാൽ മാത്രമേ ടിക്കറ്റ് നിരക്കുകൾ നിയന്ത്രിക്കാൻ കഴിയൂ എന്നാണ് വിലയിരുത്തൽ. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കെ സർവ്വസന്നാഹവും ഒരുക്കി പടക്കളത്തിലിറങ്ങാൻ നിന്ന BJPക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി പാചകവാതക വിലവർധനവും ക്ഷാമവും. പശ്ചിമേഷ്യ സംഘർഷത്തെ പോലും രാഷ്ട്രീയമായി അനുകൂലമാക്കാനും ധ്രുവീകരണ രാഷ്ട്രീയം ശക്തമാക്കാനുമുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കെയാണ് ഇരുട്ടടി പോലെ പാചകവാതക ക്ഷാമം ഉണ്ടായത്. ക്ഷാമവും വിലവർധനയും നീണ്ടാൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ചിന്ത നേതൃത്വത്തിനുമുണ്ട്. ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 111.5 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. വാണിജ്യ സിലിണ്ടറുകൾക്ക് രാജ്യത്ത് പല ഭാഗത്തും ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും DMKയും ഇടതു പാർട്ടികളുമെല്ലാം സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലാത്ത ഭരണ നയങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന വിമർശനം ശക്തിപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ വലിയ രാഷ്ട്രീയ പ്രചരണത്തിന് വിഷയം പ്രതിപക്ഷം ആയുധമാക്കും. ഈ സാഹചര്യത്തിൽ ഭരണതലത്തിലും രാഷ്ട്രീയമായും ഇതിനെ ചെറുക്കാനുള്ള നടപടികൾ വേണമെന്ന് BJP സംസ്ഥാന ഘടകങ്ങൾ ഉൾപ്പെടെ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് ചില നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയെങ്കിലും ഇതുവരെ ഫലപ്രദമായില്ല. LPG സിലിണ്ടറിന് ക്ഷാമമുണ്ടെന്ന് വ്യാജ പ്രചരണം നടത്തി ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയർത്തി രാഷ്ട്രീയമായി നേരിടാനാണ് ഒരു വശത്ത് BJPയുടെ ശ്രമം. കോൺഗ്രസും തൃണമൂലും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ LPG ക്ഷാമത്തെക്കുറിച്ച് വാർത്തകൾ വരുന്നതെന്നും 2 പാർട്ടിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നുമായിരുന്നു BJP നേതാവ് അമിത് മാളവിയുടെ കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്ത് നിലവിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല എന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. പ്രതിസന്ധി ഉണ്ടായാലും മറികടക്കാൻ സംസ്ഥാനം സജ്ജമാണെന്നും ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഏർപ്പെടുത്തില്ല എന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ജനങ്ങൾ സ്വയം വൈദ്യുതി നിയന്ത്രിക്കണമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി കൂട്ടിച്ചേർത്തു. LPG ക്ഷാമം കാരണം ജനങ്ങൾ ഇൻഡക്ഷൻ അടുപ്പുകൾ ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു. എന്നാൽ നിലവിൽ കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധിയോ ആശങ്കയോ ഇല്ല എന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി കൊണ്ടുവരേണ്ട സാഹചര്യമില്ല എന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. LPG ക്ഷാമം വർദ്ധിച്ചതോടെ ഇലക്ട്രിക് കെറ്റിലുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ തുടങ്ങിയവയുടെ ഉപയോഗം സംസ്ഥാനത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഇവയുടെ വിൽപ്പനയും അടുത്തിടെ ഉയർന്നിരുന്നു. ചൂടുകാലമായതോടെ AC അടക്കമുള്ളവയുടെ ഉപയോഗം സംസ്ഥാനത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലും നിലവിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമില്ല എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അനുനയ നീക്കത്തിന് വഴങ്ങാതെ നിലപാട് കടുപ്പിച്ച് കണ്ണൂർ MP K സുധാകരൻ. ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചുവെങ്കിലും സുധാകരൻ പോയേക്കില്ല എന്നാണ് സൂചന. സ്ഥാനാർത്ഥിത്വത്തിൽ കടുംപിടുത്തം നടത്തുന്ന സുധാകരനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ചയാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. തിങ്കളാഴ്ച എത്തണമെന്നായിരുന്നു നിർദ്ദേശം. ഡൽഹിക്ക് പോകാമെന്ന നിലപാടായിരുന്നു അദ്ദേഹം ആദ്യം സ്വീകരിച്ചത്. എന്നാൽ ഡൽഹിയിൽ നടക്കുക അനുനയ നീക്കമായിരിക്കുമെന്നും അല്ലാതെ മത്സരിക്കാൻ അനുമതി കിട്ടിയേക്കില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി യാത്ര അദ്ദേഹം വേണ്ടെന്ന് വെച്ചത്. അതേസമയം മറ്റെന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാകുന്ന പക്ഷം അദ്ദേഹം ഡൽഹിക്ക് പോയേക്കുമെന്നും സൂചനയുണ്ട്. അനുനയ നീക്കത്തിന് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലാണ് സുധാകരൻ. കണ്ണൂരിലെ വീട്ടിലാണ് നിലവിൽ അദ്ദേഹം ഉള്ളത്. കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുധാകരൻ. അത് വ്യക്തമാക്കുന്ന വിധത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ കണ്ണൂരുമായുള്ള വൈകാരിക ബന്ധത്തിന്റെ ഇഴയടുപ്പം വ്യക്തമാക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് ശിവഗിരി മഠം. കോടതി വിധി ശ്രീനാരായണ ഭക്തർക്ക് ആശ്വാസമുള്ള പ്രഖ്യാപനമാണ് എന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. അടുത്ത കാലത്തായി ശ്രീനാരായണ ഗുരു നേടിയെടുത്ത പല കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോവുകയാണെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ജയിക്കുന്ന മണ്ഡലങ്ങൾ പിന്നോക്ക സമുദായക്കാർക്ക് നൽകുന്നില്ല എന്നും സ്വാമി സച്ചിദാനന്ദ കുറ്റപ്പെടുത്തി. കരുണാകരൻ, ആന്റണി എന്നിവരുടെ കാലം വരെ ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ തോൽക്കുന്ന മണ്ഡലങ്ങൾ മാത്രം നൽകുകയാണ്. LDF മന്ത്രിസഭയിൽ ഒരു സമുദായത്തിൽപ്പെട്ട 10 പേരുണ്ട്. പിന്നോക്കക്കാരില്ല എന്നും സ്വാമി സച്ചിദാനന്ദൻ പറഞ്ഞു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ബോർഡ് അംഗങ്ങളെയും അയോഗ്യരാക്കി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനം കഴിഞ്ഞ 9 വർഷമായി വാർഷിക റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. താൽക്കാലിക ഡയറക്ടർമാരെ നിയമിച്ച് ഭരണം നടത്താൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. വിധിക്കെതിരെ ഉടൻ അപ്പീൽ പോകുമെന്നാണ് നിലവിലെ ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കിയത്. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത SNDP യോഗം 2014 ശേഷം വാർഷിക കണക്കുകൾ നൽകിയില്ല എന്നും നിയമലംഘനം നടത്തിയ ഡയറക്ടർമാരെ അയോഗ്യരാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ബംഗ്ലാദേശിനെതിരായ 2ാം ഏകദിനത്തിൽ പാകിസ്ഥാൻ താരം സൽമാൻ അലിയാക പുറത്തായതുമായി ബന്ധപ്പെട്ട് വിവാദം. ധാക്കയിലെ ഷേർ-ഇ ബംഗ്ല നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിനിടെയായിരുന്നു വിവാദമായ റൺഔട്ട് സംഭവിച്ചത്. പാകിസ്ഥാൻ ഇന്നിംഗ്സിന്റെ 39ാം ഓവറിലായിരുന്നു ആകെയുടെ വിവാദ പുറത്താകൽ.
മെഹദി ഹസൻ മിറാസിന്റെ പന്ത് മുഹമ്മദ് റിസ്വാൻ പ്രതിരോധിച്ചത് നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ നിൽക്കുകയായിരുന്നു. ആകയ്ക്ക് നേർക്കായിരുന്നു. ഈ സമയത്ത് ക്രീസിന് വെളിയിൽ നിൽക്കുകയായിരുന്ന ആക മെഹദി ഹസന് ആ ഉരുണ്ടുവന്ന പന്ത് എടുത്തു നൽകാൻ കുനിഞ്ഞു. എന്നാൽ ആക ക്രീസിന് വെളിയിലാണെന്ന് തിരിച്ചറിഞ്ഞ മെഹദി ഹസൻ ഒട്ടും സമയം പാഴാക്കാതെ പന്തെടുത്ത് വിക്കറ്റിൽ എറിഞ്ഞു. മെഹദി ഹസനും ബംഗ്ലാദേശ് താരങ്ങൾ ഒന്നടങ്കവും അപ്പീൽ ചെയ്തതോടെ അമ്പയർ തീരുമാനം തേർഡ് അമ്പയർക്ക് വിട്ടു. ആക ഔട്ടാണെന്നായിരുന്നു തേർഡ് അമ്പയറുടെ വിധി. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആക ആക്രോശിച്ചുകൊണ്ട് ഹെൽമറ്റും ഗ്ലൗസും നിലത്തടിച്ചാണ് ഡഗ്ഔട്ടിലേക്ക് മടങ്ങിയത്. ആക ബംഗ്ലാദേശ് താരങ്ങൾക്ക് നേരെ ആക്രോശിക്കുന്നതും കാണാമായിരുന്നു. ഈ പുറത്താകലിൽ ക്രിക്കറ്റ് ലോകം രണ്ടു തട്ടിലാണ്. ക്രിക്കറ്റിലെ മാന്യതയ്ക്ക് നിരക്കാത്തതാണ് ഈ പുറത്താകൽ എന്ന വിവാദമാണ് ഒരു ഭാഗം ഉന്നയിക്കുന്നത്. മെഹദി ഹസന് പന്തെടുത്ത് നൽകാനാണ് ആക ശ്രമിച്ചതെന്നാണ് ഇവരുടെ വാദം. എന്നാൽ പന്തെടുത്ത് ബൗളർക്ക് നൽകലല്ല ബാറ്ററുടെ ജോലിയെന്നും സമയത്ത് ക്രീസിൽ കയറാൻ ആക ശ്രമിക്കണമെന്നായിരുന്നുവെന്നുമാണ് എതിർഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുകെയിൽ പെട്രോൾ വില കുതിച്ചുയർന്നു. ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ യുകെയിൽ പെട്രോൾ വില 18 മാസത്തെ ഉയർന്ന നിരക്കിലെത്തി. വില വർധന ആവശ്യമുള്ളത് മാത്രമായിരിക്കണമെന്നും മര്യാദയില്ലാത്ത നിരക്ക് വർധനവുകൾ അംഗീകരിക്കില്ല എന്നും എനർജി സെക്രട്ടറി. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വരവ് കുറഞ്ഞതോടെ വിലക്കയറ്റ ഭീഷണിയും പാചകവാതക പ്രതിസന്ധിയും രൂക്ഷമായി. ഇന്ധന നികുതി വർധന ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കൺസർവേറ്റീവ് പാർട്ടി. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് കൈപ്പൊള്ളി യാത്രക്കാർ. ഓഫ് സീസൺ യാത്രാകാലമായ മാർച്ച് ആദ്യവാരത്തിൽ വിമാന ടിക്കറ്റുകൾക്ക് വില കുതിച്ചുയർന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ മിസൈൽ ആക്രമണം നടത്തിയതോടെ ലോകമെങ്ങും വിമാനയാത്രികർ ദുരിതത്തിൽ. യുദ്ധം അനന്തമായി നീണ്ടാൽ യൂറോപ്പിലെ അനവധി ചെറുകിട വിമാന കമ്പനികൾ തകരും. നാട്ടിലെത്താനാകാതെ പ്രവാസികൾ. ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായി കണക്കാക്കപ്പെടുന്ന ഖാർഗ് ദ്വീപിൽ കനത്ത ബോംബാക്രമണം നടത്തി അമേരിക്ക. ഖാർഗ് ദ്വീപിലെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും തകർത്തതായി ട്രംപിന്റെ അവകാശവാദം. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ബോംബാക്രമണമാണ് ഖാർഗിൽ നടത്തിയതെന്നും അടുത്ത ഘട്ടത്തിൽ റിഫൈനറികളെ ലക്ഷ്യമിടുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകളുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തിന് ഇറാൻ തടസ്സമായാൽ ഖാർഗിലെ എണ്ണപ്പാടങ്ങളെ കത്തിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനിന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയെ കുറിച്ചും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിച്ച് അമേരിക്ക. പ്രതിഫലമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് $10 മില്യൺ. ഇറാനെതിരെ വരും ദിവസങ്ങളിൽ വളരെ ശക്തമായ സൈനിക ആക്രമണങ്ങൾ അമേരിക്ക നടത്തുമെന്നും ഇറാനിലെ നേതൃത്വത്തെ അവിടുത്തെ ജനങ്ങൾ തന്നെ താഴെയിറക്കുമെന്നും ട്രംപ്. ഇന്ത്യയിലേക്കുള്ള 2 LPG ടാങ്കറുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ഇറാൻ അനുമതി നൽകി. സൗദി അറേബ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വഹിക്കുന്ന ടാങ്കർ ശനിയാഴ്ചയോടെ ഇന്ത്യൻ തീരത്തെത്തും. ഇന്ത്യയുമായുള്ള അടുത്ത സൗഹൃദം കണക്കിലെടുത്താണ് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ അനുമതി നൽകിയതെന്ന് ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫതാലി. കൂടുതൽ ഇന്ത്യൻ ടാങ്കറുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നതിന് അനുമതി നൽകുന്നത് പരിഗണിക്കുമെന്നും ഇറാൻ. ഇന്ധന നികുതി ഒഴിവാക്കണമെന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും. വെള്ളാപ്പള്ളി നടേശനെ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് ശിവഗിരി മഠം. കോടതി വിധി ശ്രീനാരായണ ഭക്തർക്ക് ആശ്വാസമുള്ള പ്രഖ്യാപനമാണെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ജയിക്കുന്ന മണ്ഡലങ്ങൾ പിന്നാക്ക സമുദായങ്ങൾക്ക് നൽകുന്നില്ല എന്ന് സ്വാമി സച്ചിദാനന്ദയുടെ കുറ്റപ്പെടുത്തൽ. ശ്രീനാരായണ ഗുരു നേടിയെടുത്ത പല കാര്യങ്ങളിൽ നിന്ന് SNDP പിന്നോക്കം പോവുകയാണെന്നും സ്വാമി സച്ചിദാനന്ദ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.